തലവണക്കാം, പ്രാർത്ഥിക്കാം. ആത്മാവിലും സത്യത്തിലും അങ്ങേ ആരാധിക്കുവാൻ ചേർക്കപ്പെട്ട ഞങ്ങളെ അങ്ങനെ തന്നെ ആരാധിപ്പാൻ അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ അങ്ങേ ആരാധിക്കുവാൻ, കർത്താവേ, സർവ്വ മഹത്വവും അങ്ങേക്ക് തന്നെ അർപ്പിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ ഓരോ ദിനവും ഒരുക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ആരാധനയിലൂടെ ശക്തി പ്രാപിപ്പാൻ അവിടുന്ന് കൃപ നൽകണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അല്പസമയം മാത്രം കർത്താവേ, അങ്ങയുടെ തിരുവത്സരം ഞങ്ങൾ ഇരിക്കുന്നു. ഞങ്ങളെ പൂർണ്ണമായി വിനയപ്പെടുന്ന അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. വചനം കേട്ട് കർത്താവെ അങ്ങേ മഹത്വപ്പെടുത്തിക്കൊണ്ട് സ്തോത്രം പറഞ്ഞുകൊണ്ട് കടന്നു പോകുവാൻ അവിടുന്ന് ഞങ്ങളുടെ ഇടയാക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വചനം പറയുന്ന അടിയനെയും കേൾക്കുന്ന അങ്ങയുടെ മക്കളെയും അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. പ്രാർത്ഥന കേട്ടിരിക്കായ സ്തോത്രം യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ, ആമേൻ. എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്ക് എൻ്റെ സ്നേഹ വന്ദനം. വീണ്ടും സഭയായി ഒരു പ്രാവശ്യം കൂടെ ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വിലയേറിയ അവസരം ലഭിച്ചതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി സ്തോത്രം കരേറ്റുന്നു. അതോടൊപ്പം തന്നെ ഈ മഹത്വമായ ആരാധന വന്നു ചേർന്ന എല്ലാവരെയും കർത്താവ് സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം എന്നുള്ളത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം എന്ന് വായിച്ചിട്ടതായ വേദഭാഗം, അതിൻ്റെ 8-ാമത്തെ വാക്യം. യെശയ്യാ പ്രവചനം 6-ാം അധ്യായം 8-ാമത്തെ വാക്യം. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകുമെന്ന് ചോദിക്കുന്ന കർത്താവിൻ്റെ ശബ്ദം കേട്ടിട്ട് അടിയനിതാ, അടിയനെ അയക്കണമേ എന്ന് പറഞ്ഞു. ആത്മാവിലും സത്യത്തിലും കർത്താവിനെ ആരാധിക്കുക എന്നുള്ളതായ വളരെ പ്രാധാന്യമേറിയ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുക. വർഷിപ്പ് ദ ലോർഡ് ഇൻ ട്രൂത്ത് ആൻഡ് സ്പിരിറ്റ്. ക്രൈസ്തവ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആത്മാവിലും സത്യത്തിലുമുള്ളതായ ആരാധന. നമ്മൾ മനോഹരമായ ഒരു ഗാനം പാടിയതിനു ശേഷമാണ് വചന സൃഷ്ടിയിൽ നമ്മളായിരിക്കുന്നത്. ആരാധിക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്, യഥാർത്ഥമായ ആരാധനയിൽ എന്തൊക്കെ സംഭവിക്കേണ്ടിയിരിക്കുന്നു എന്നിത്യാദി കാര്യങ്ങളെക്കുറിച്ചൊക്കെയും സവിസ്തരം ആ പാട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആരാധിക്കുമ്പോൾ ബന്ധനമഴിയും എന്ന് പറഞ്ഞിരിക്കുക, ആരാധിക്കുമ്പോൾ കോട്ടകൾ തകരുമെന്ന് പറഞ്ഞിരിക്കുക. വേദവസത്തിലുടനീളം നാം ശ്രദ്ധിക്കപ്പെടുമ്പോൾ ആരാധനയിലൂടെ സംഭവിക്കുന്നതായ സംഭവവികാസങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. വിശുദ്ധ യെശയ്യാ പ്രവചനം 6-ാം അധ്യായം നാം വായിക്കപ്പെടുമ്പോൾ അവിടെ ഉസിയാ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നു പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് യെശയ്യാ പ്രവാചകൻ തുടർ കാര്യങ്ങളെ ഇവിടെ വിവരിച്ചിരിക്കുന്നത്. ആരാധനയിലൂടെ ലഭിക്കുന്ന അനുഗ്രഹം, ആരാധനയിലൂടെ ലഭിക്കുന്നതായ വിടുതൽ, ആരാധനയിലൂടെ ലഭിക്കുന്നതായ രോഗസൗഖ്യം, ആരാധനയിലൂടെ ലഭിക്കുന്നതായ കാഴ്ചപ്പാടുകൾ, ദർശനങ്ങൾ, ഇതെല്ലാം നമുക്കവിടെ കണ്ടെത്തുവാനായിട്ട് കഴിയും. ഇവിടെ ആരാധിച്ചപ്പോൾ കർത്താവിൻ്റെ ആഹ്വാനം കേൾക്കുവാൻ ഇടയായി എന്നാണ് പ്രവാചകൻ പറയുന്നത്. എന്തോ പറയുന്നത്? അതെ, അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്നതായ ഒരു ദൈവികമായ ശബ്ദം എന്നെ കേൾപ്പിച്ചു എന്നാണ്
യെശയ്യാ അവകാശപ്പെടുന്നത്. ഓരോ ആരാധനയിലൂടെയും എന്ത് ലഭിക്കുന്നു എന്ന് നാം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമായിട്ടുണ്ട്. വചന ശുശ്രൂഷ എന്നുള്ളത് 20, 25, 30 മിനിറ്റ് പാഴായി പോകുന്ന അവസ്ഥയാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ, കേൾവിയിലൂടെ എന്നോട് എന്താണ് കർത്താവ് സംസാരിച്ചതെന്ന് അത് ഹൃദയത്തിൽ നമ്മൾ ശോധന ചെയ്യേണ്ടത് ആവശ്യമായിട്ടുണ്ട്. അതുകൊണ്ട് ക്രിസ്തീയമായ ആരാധന, നമ്മുടെ ആരാധന അർത്ഥസമ്പുഷ്ടമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ചില ആളുകൾ വിചാരിക്കുന്നു എപ്പോഴെങ്കിലും വന്നൊന്ന് കയറിയാൽ മതി എന്ന്. അല്ല, ദൈവാലയത്തിലെ മണിനാദം മുഴങ്ങുന്നത് മുതൽ ആശ്വാദം പറയുന്നവരെയും അതിൻ്റെ ഓരോ കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ഒന്നും നമുക്ക് അകറ്റിക്കളയുവാനായിട്ടില്ല. ഒന്നും ഒന്നിനോട് മെച്ചമെന്നോ ഒന്നിനോടൊന്ന് കുറവാണെന്ന് പറയുവാനായിട്ടില്ല. മറന്നു പോകുവാൻ പാടില്ല. അതുകൊണ്ട് ആരാധന എന്ന് പറയുന്നത് ദൈവം നമുക്ക് തരുന്ന ഒരു വിലയേറിയ അവസരമാണ് എന്ന് ഓർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നമുക്ക് നോക്കാം, എന്താണ് ആരാധന? സ്വർഗീയ ദർശനം പ്രാപിക്കുന്ന അതാണ് ആരാധന എന്ന് പറയുന്നത്. ദി വർഷിപ്പ് ദാറ്റ് പ്രൊവൈഡ്സ് ഡിവൈൻ ആൻഡ് വിഷൻ. സ്വർഗീയമായ ദർശനം ലഭിക്കുന്ന, സ്വർഗീയമായ കാഴ്ചപ്പാട് ലഭിക്കുന്ന, എൻ്റെയും നിങ്ങളുടെയും മുൻവിധികളെ തൂത്തെറിയുന്ന ഒന്നാണ് ആരാധന എന്ന് പറയുന്നത്. ഇവിടെ യെശയ്യാ പറയുന്നു, ഇതാ ദൈവത്തിൻ്റെ ശബ്ദം ആരാധന കൊടുമ്പിരി കൊണ്ടപ്പോൾ ആരാധനയുടെ ക്ലൈമാക്സിൽ ദൈവത്തിൻ്റെ ശബ്ദം എന്നോട് പറഞ്ഞു, ആർ നമുക്ക് വേണ്ടി പോകും? ഓരോ ആരാധനയിലും ഓരോ വചന കേൾവിയിലും നാം ശ്രദ്ധിക്കപ്പെടേണ്ടത് ദൈവത്തിന് എന്നോട് എന്ത് പറയുവാനായിട്ടുണ്ട്, അത് പറയുമ്പോൾ അതനുസരിക്കുവാനായിട്ട് ഞാൻ തയ്യാറാണോ എന്നുള്ളതാണ്. അനേക ആളുകൾ ആരാധന നിഷേധിക്കുന്നവരായിട്ടുണ്ട്. ആരാധന നിഷേധികൾ. എനിക്ക് ആരാധന വേണ്ട, എനിക്കതിന് സമയമില്ല. മറ്റു ചില ആളുകളുണ്ട്, എനിക്ക് ഒക്കുമ്പോഴൊക്കെ ഞാൻ ആരാധിച്ചു കൊള്ളാം. ആരാധന നമ്മുടെ കർത്താവിന് വേണ്ട. എനിക്ക് നിനക്കും സൗകര്യമുള്ളപ്പോൾ ചെയ്യുന്ന ഒന്നല്ല ആരാധന. നിന്റെ രോഗങ്ങളിലും നിന്റെ ക്ഷീണങ്ങളിലും നിനക്ക് ആരാധിക്കുവാനായിട്ട് കഴിയണം. നിന്റെ വീടും ഒരു ആരാധന ആലയമായി മാറണം. എൻ്റെയും നിങ്ങളുടെയും ഹൃദയങ്ങൾ ഓരോ ആരാധനാലയമായി മാറട്ടെ. അതുകൊണ്ട് വളരെ വ്യക്തമായി നമ്മുടെ പറയുകയാണ്, ഇവിടെ നാം കാണുന്ന പ്രവാചക ദർശനം നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. അത് തൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായിരുന്നു എന്ന് അതെവിടെ പ്രത്യേകമായി പറയുകയാണ്. താൻ ആരാണ്, താൻ എന്താണ്, തനിക്ക് എന്ത് ചെയ്യുവാനായിട്ട് കഴിയും എന്ന് ചിന്തിപ്പിക്കുന്നതായ ചിന്തയാണ് യെശയ്യാവിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവൻ പറയുന്നു, ഇതാ ഞാൻ പോകാം, ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കാം. ഇതാണ് ആരാധനയുടെ ഇഫക്റ്റ് എന്ന് പറയുന്നത്, ആരാധനയുടെ ഫലം എന്ന് പറയുന്നത്. ഓരോ ആരാധന കഴിയുമ്പോൾ മാറിപ്പോകുന്നതല്ല ആരാധനയുടെ കൃപ എന്ന് പറയുന്നത്. ഓരോ ആരാധന കഴിയുമ്പോഴും കർത്താവേ നിനക്ക് വേണ്ടി എന്ത് ചെയ്യുവാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയുന്ന ശബ്ദം. രാവിലത്തെ ആരാധനയ്ക്ക് ശേഷം ഇന്ന് നമ്മൾ യുവജനങ്ങളുമായി ഒരുമിച്ച് മീറ്റിംഗ് കൂടുവാൻ അവസരം ലഭിച്ചു. ചില കാര്യങ്ങൾ അവരോട് ഞാൻ സംസാരിച്ചപ്പോൾ അവരത് അംഗീകരിച്ചു. ഞാൻ പറഞ്ഞു, യുവജനങ്ങളെ, കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാനുള്ള ഒരു അവസരമാണിത്. ഇതിനെ ആര് തടഞ്ഞാലും, ആര് മാറ്റി നിർത്തുവാൻ പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കരുത്. എവിടെയും സജ്ജരായി ചെല്ലുന്ന ഒരനുഭവമാണ് യൗവനകാലത്ത് വേണ്ടത്. ഞാൻ പറഞ്ഞു, ഒരു അപകടം പറഞ്ഞാൽ അവിടെ ഓടിച്ചെല്ലണം. ഒരാൾ രോഗിയാണെന്ന് നിങ്ങൾ ഓടിച്ചെല്ലണം. ഒരാൾ മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓടിച്ചെല്ലണം. ഒരാളുടെ വീട് തകർന്നു പോയി എന്ന് പറഞ്ഞാൽ അവിടെ ഓടിച്ചെല്ലണം. മുൻപിൽ നിൽക്കേണ്ടവരാണ് നിങ്ങൾ എന്ന് അവരോട് പറയുണ്ടായി. അവരത് സമ്മതിച്ചു. എന്നെ കേൾക്കുന്നതായ പ്രിയമുള്ളവരെ, ഇവിടെ മതിൽക്കെട്ടുകളുടെ ആവശ്യം നമുക്ക് ആവശ്യമായിട്ടില്ല. ഞാൻ രാവിലെ സൂചിപ്പിച്ച പോലെ ഭാഗങ്ങളുടെ വേർതിരിവ് ഒന്നും ആവശ്യമായിട്ടില്ല. അർഹിക്കുന്ന ഒരാളെ സഹായിക്കുവാൻ ഇവിടെ അത് ഏത് ഭാഗമാണെന്ന് നോക്കേണ്ടത് ആവശ്യമായിട്ടില്ല. ആരാധനയുടെ ദർശനം എന്ന് പറയുന്നത് എല്ലാവരെയും ഒരുപോലെ കാണുന്ന, ആവോളം കർത്താവിന് വേണ്ടി നിലകൊള്ളുന്ന അനുഭവമാണ് എന്ന് ഇവിടെ പ്രവാചകൻ നമുക്ക് നൽകുന്ന ദർശനമാണ് എന്ന് ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു.
രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത് എന്താണ് ആരാധന, എന്താണ് വാട്ട് ഈസ് വർഷിപ്പ്? ഇവിടെ പറയാണ് ദൈവികമായ കൃപയും ശുദ്ധീകരണവും പ്രാപിക്കുന്നതാണ് ആരാധന. The worship that offers God's grace and blessing. വിശുദ്ധി, കൃപ, ഇതെല്ലാം പ്രാപിച്ചുകൊണ്ട് സ്തോത്രം പറഞ്ഞുകൊണ്ട് കടന്നു പോകേണ്ട ഒന്നാണ് ആരാധന എന്ന് പറയുന്നത്. ഒരുപക്ഷെ വേദനയോടെ ആയിരിക്കാം ആരാധന കടന്നു വരുന്നത്. മക്കളെക്കുറിച്ചുള്ള ഭാരവുമായിട്ടായിരിക്കാം കയറി വരുന്നത്. കടഭാരം എന്ന ചിന്തയിൽ വ്യാകുലപ്പെട്ടായിരിക്കാം ആരാധനയ്ക്ക് വരുന്നത്. എന്നാൽ ദൈവത്തിൽ നിന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ ആരാധനയിലൂടെ ഇതിനെല്ലാം ഉത്തരം കണ്ടെത്തിക്കൊണ്ടു പോകുവാൻ കഴിയും. കർത്താവേ, കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഞാൻ അധ്വാനിച്ച് പ്രവർത്തിച്ചു, ഇതാ വീണ്ടും ഞാനൊരു ചാർജ് ചെയ്യുവാൻ. ആരാധന ഒരു ചാർജിങ് ആണ്. എന്താ? കഴിഞ്ഞ ഒരാഴ്ചക്കാലം വേലയിലൂടെ, സംസാരങ്ങളിലൂടെ, പ്രവർത്തനങ്ങളിലൂടെ ഒരുപക്ഷേ ദൈവമായ അനുഗ്രഹത്തിൻ്റെ കൃപയുടെ ചാർജ് കുറഞ്ഞു പോയേക്കാം. റീചാർജ് ചെയ്യുവാൻ ഇതാ വീണ്ടും വരുന്ന സ്ഥലമാണ് ദൈവാലയം. ചാർജ് ചെയ്തേ മതിയാകൂ. ഓടണമെങ്കിൽ ചാർജ് ചെയ്തേ മതിയാകൂ, ബലം പ്രാപിച്ചേ മതിയാകൂ, ശക്തി സംഭരിച്ചേ മതിയാകൂ. ശക്തിയുടെ സ്രോതസ്സാണ് കർത്താവായ യേശു. യേശു പറയുന്നു, അധ്വാനിക്ക് ഭർജിതമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്ക് വരുവേൻ, ഞാൻ നിങ്ങളെ പേര് പറഞ്ഞ് ആശ്വസിപ്പിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. ആശ്വാസദായകനായിരിക്കുന്ന യേശു അവൻ വിളിച്ചു പറയുകയാണ്, ആരെങ്കിലും വേദനപ്പെടുന്നുണ്ടെങ്കിൽ, ഭാരപ്പെടുന്നുണ്ടെങ്കിൽ വാ, എൻ്റെ അടുക്കൽ വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ധ്യാനം, നമ്മുടെ വിശുദ്ധ കൂദാശകൾ, നമ്മുടെ ഭവന പ്രാർത്ഥനകൾ, നമ്മുടെ കൂട്ടായ്മകൾ, നമ്മുടെ ഉപവാസങ്ങൾ എല്ലാം എന്തിനു വേണ്ടിയുള്ളതാണ്? ഈ വിശുദ്ധീകരണവും കൃപയും പ്രാപിക്കാനുള്ളതാണ്. ഒന്നിനെയും മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. മാറാവ്യാധിയാണോ, തീരാ രോഗമാണോ, മനപ്രയാസങ്ങളാണോ, കഷ്ടങ്ങളാണോ വീട്ടിൽ, വാ ദൈവസന്നിധിയിൽ ഇരിക്ക്, ഉപവസിക്ക്, ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം, ശക്തി പ്രാപിക്കാം. ഇതിനൊന്നും തയ്യാറാകാതെ വീട്ടിലിരുന്നുകൊണ്ട് കുറ്റം പറഞ്ഞുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. സ്വയം നഷ്ടപ്പെട്ടു പോകുകയേ ഉള്ളൂ. ഈ ദേവാലയം നമുക്ക് ശക്തി പ്രാപിക്കുവാനുള്ള ഇടമാണ്. ഈ ദേവാലയം ആരാധിക്കുവാനുള്ള ഇടമാണ്. ഈ ദൈവാലയത്തിൽ ഇരുന്നാണ് നമ്മുടെ പിതാക്കന്മാർ, മാതാക്കൾ ആരാധിച്ച് ശക്തി പ്രാപിച്ച് ആ ശക്തി തലമുറയ്ക്ക് പകർന്ന് ഇന്ന് ലോകത്തിന് വിവിധ ഭാഗങ്ങളിൽ ഉന്നതമായ തലങ്ങളിൽ ഇന്ന് ജോലി ചെയ്തുകൊണ്ട് ഇരിക്കുന്നു. ഇന്ന് പുതിയ തലമുറയ്ക്കൊരു മന്ദഗതി. എല്ലാമുണ്ട്, ചോദിക്കുമ്പോൾ പണമുണ്ട്, മനോഹരമായ വീടുണ്ട്, വണ്ടികൾ 3ഉം 4ഉമുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ ആരാധന വേണ്ട, പ്രാർത്ഥനകൾ വേണ്ട. രാവിലെ ഞാൻ നോട്ടീസായിട്ട് പറഞ്ഞു, പ്രാർത്ഥനയ്ക്ക് നീ അതിരിടല്ലേ. ഏത് പാത്രം നീ പോ, പ്രാർത്ഥനയ്ക്ക് കൂട്ടായ്മ കൂടെ, ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്ത്. നീ ഇതിൻ്റെ തലമുറയും അനുഗ്രഹിക്കപ്പെടും, യാതൊരു സംശയമില്ല. അനുഗ്രഹത്തിന് വേറെ പോംവഴിയൊന്നുമില്ല. വാ യേശുവിൻ്റെ സന്നിധിയിൽ, അവൻ്റെ സന്നിധിയിൽ മുട്ടുകൾ മടക്കുമ്പോൾ, അവന് വേണ്ടി തങ്ങളുടെ ജീവിതങ്ങളെ കൊടുക്കുമ്പോൾ അവിടെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനായിട്ട് കഴിയും. ഇവിടെ നാം കാണുന്നത് സെറാഫുകൾ പാടി ആർക്കുകയാണ്. 2 ചിറകുകൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് പറന്നു, 2 കൊണ്ട് പാദം മൂടി. അവർക്ക് ഒരേ ഒരു കാര്യമേ പറയുവാനായിട്ടുള്ളൂ, ഈ ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ഇവിടെ മറ്റൊന്നും പറയാനുള്ള ഇടമല്ല പ്രിയമുള്ളവർ. ദേവാലയം ദൈവം വലിയവനാണെന്നും ദൈവം പരിശുദ്ധനാണെന്നും മാത്രം പറയാനുള്ള ഇടമാണ് ഈ ദേവാലയം. പലപ്പോഴെങ്കിലും പൊതുയോഗം നടക്കുമ്പോഴെങ്കിലും അതിന് വ്യത്യാസം വരാറുണ്ട്. പാടില്ല. പൊതുയോഗമാകട്ടെ, വീട്ടുകൂട്ടമാകട്ടെ, സംഘടന മീറ്റിംഗ് ആകട്ടെ, ദൈവ സാന്നിധ്യ ബോധ്യം എല്ലാവർക്കും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ, ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ ആരാധന എന്ന് പറയുന്നത് യെശയ്യാപ്രവാചകൻ വിളിച്ചു പറയുന്നത്, അതെ, അവർ ഒരുമിച്ച് പറയുന്ന ഒരേ ഒരു കാര്യം, അതേ, ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. എന്നെ കേൾക്കുന്നതായ പ്രിയമുള്ളവരെ,
ഈ ലോകത്തിൽ പരിശുദ്ധനെന്ന് പറയുവാൻ കഴിയുന്നൊരു വ്യക്തിക്ക് മാത്രമേ നിത്യത്തിൽ പോകുവാനും അവിടെയും പരിശുദ്ധനെന്ന് പറയുവാൻ കഴിയുകയുള്ളൂ. എന്തിനു വേണ്ടിയാണ് ഇത്രയും ആവശ്യത്തോടുകൂടെ ആരാധിക്കണം 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 എന്ന് പറയുന്നത്? വീട് തോറും കയറിയും അത് തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആരാധിക്കുവാൻ മുടങ്ങല്ലേ മുടങ്ങല്ലേ എന്ന് പറഞ്ഞ കാരണം എന്താണെന്നറിയാമോ? നിത്യമായ ആരാധനയുടെ തുടക്കമാണ് ഭൂമിയിലെ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഭൂമിയിൽ ആരാധിക്കാത്ത ഒരു വ്യക്തിക്കും സ്വർഗീയ ആരാധനയിൽ പങ്കില്ല. ചിലർ വിചാരിക്കുന്നു ഇവിടെ എങ്ങനെയൊക്കെ ജീവിച്ച് വയസ്സാകുമ്പോൾ കൈയടിച്ച് കഴിഞ്ഞാൽ പോകാൻ പറ്റത്തില്ല. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. ഞാൻ ചെയ്യുന്നത് നല്ലതായാലും തേതായാലും അതിന് തക്കതായ ഫലവാ കർത്താവ് തരാൻ പോകും. വീണ്ടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, കർത്താവ് നീ വരുന്നത് രക്ഷിക്കാൻ വേണ്ടിയല്ല. രക്ഷിക്കാൻ വേണ്ടി ഞാൻ വന്നു കഴിഞ്ഞു, എല്ലാം ചെയ്തു കഴിഞ്ഞു. ഇനി ഒരു യേശു എനിക്ക് വേണ്ടി എന്നെ രക്ഷിക്കാൻ വരുമെന്ന് ആരും വിചാരിക്കണ്ട. അവൻ വരുന്നത് അവന് വേണ്ടി ജീവിക്കുന്ന, അവന് വേണ്ടി ചുമല് കൊടുക്കുന്ന, അവന് വേണ്ടി ഇടിവിൽ നിൽക്കുന്നതായ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെ ചേർക്കുവാൻ നമ്മുടെ കർത്താവ് വേഗം വരുന്നു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഭൂമിയിൽ ആരാധിച്ചോളണം. ഹല്ലേലൂയ. ഭൂമിയിൽ ആരാധിച്ചോളണം. ഭൂമിയിലായിരിക്കുമ്പോൾ എൻ്റെ കർത്താവിനെ ഉയർത്തേണ്ടത് അത്രയും ഉയർത്തുവാൻ നിനക്ക് കഴിയുന്നുവെങ്കിൽ ഹല്ലേലൂയ, നിത്യതയിലും നിനക്ക് ഉയർത്തുവാൻ കഴിയും. വേർപാടുകളിൽ വേദനിക്കുന്ന പ്രിയമുള്ളവരെ, വേർപാടിൽ നമ്മെ വിട്ടുപോയി അവരെ വീണ്ടും മുഖാമുഖമായി കാണാമെന്ന പ്രത്യാശയുണ്ടെങ്കിൽ അവിടെ ചെന്നെങ്കിൽ മാത്രമേ ഇത് കാണുവാൻ പറ്റത്തുള്ളൂ. മറന്നു പോകല്ലേ, ആരാധനയുടെ പ്രാധാന്യം നമ്മൾ മറന്നു പോകരുതേ. അതുകൊണ്ട് അതെ, ഇവിടെ നാം കാണുന്നത് ആ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ അവനെ ആരാധിക്കുമ്പോൾ മഹത്വപ്പെടുത്തുമ്പോൾ ഇവിടെ നാം കാണുന്നത് പരിശുദ്ധാത്മാവെന്ന തീ അതെ ആ പ്രവാചക യേശയ്യാവിന്റെ നാവിന്മേൽ തൊട്ടപ്പോൾ ഹല്ലേലൂയ, അവനെ തിരിച്ചറിഞ്ഞു. അവൻ്റെ കുറവുകൾ അവന് മനസ്സിലായി. അയ്യോ, ശുദ്ധിയില്ലാത്ത ആദരമുള്ള ഒരു മനുഷ്യൻ. ദൈവസന്നിധിയിൽ കുറവുകൾ ഏറ്റുപറയുവാൻ കഴിയണമെങ്കിൽ, മറ്റുള്ളവരോട് ക്ഷമ ചോദിക്കുവാൻ കഴിയണമെങ്കിൽ എൻ്റെ നിൻ്റെ ഉള്ളിൽ ഈ അഗ്നി ഉണ്ടാകണം. പലപ്പോഴും സഭയിലെ പ്രശ്നം എന്താണ്? ആരാണ് വലിയവൻ? എന്നെ കേൾക്കുന്നതായ പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിന്റെ നിറവുള്ളവൻ ആരാണ് വലിയവൻ ചിന്തിക്കാതെ ഏത് സൂക്ഷിച്ച് ഏറ്റെടുക്കുവാൻ അവൻ തയ്യാറാകും. ഇവിടെ പ്രവാചകൻ പറയുന്നു, യഹോവേ ഞാൻ പോകാം, എന്നെ നീ അയച്ചേ മതിയാകൂ. ഈ നാളുകളിൽ നമ്മൾ ഓർക്കേണ്ട കാര്യം, കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ ഇതാ എന്നെ നീ ഒരുക്കണം, എന്നെ നീ ശക്തീകരിക്കണം. എൻ്റെ ആഗ്രഹം അതാണ്. കർത്താവേ, എത്രത്തോളം നിനക്ക് വേണ്ടി ഓടുവാനായിട്ട് കഴിയും, എത്രത്തോളം നിനക്ക് വേണ്ടി അതേ വചനം നടത്തുവാനായിട്ട് കഴിയും, എത്രത്തോളം നിന്നെ ഉയർത്തുവാനായിട്ട് കഴിയും, അതിനുവേണ്ടി ഉയർത്തുവാൻ, രാവെന്നോ പകലെന്നോ ഇല്ലാതെ ഉയർത്തുവാൻ കർത്താവേ നീ എന്നെ ശക്തീകരിക്കണം, എന്നെ കുടുംബമായി ശക്തീകരിക്കണം. അതാണ് ഞങ്ങളുടെ പ്രാർത്ഥന. ഇവിടെ അലസമായിരിക്കുവാൻ സമയമില്ല, വൃഥാവായിരിക്കുവാൻ സമയമില്ല. ലഭിക്കുന്ന അവസരങ്ങളും ദൈവം തരുന്നതായ ചാൻസ് ആണ്. അത് തക്കത്തിൽ ഉപയോഗിക്കുവാനായിട്ട് കഴിയണം. ഇവിടെ കാണുന്നത് ജീവിതത്തിലെ പാപങ്ങളെ ഏറ്റുപറയുവാനായിട്ടുള്ള അവസരമാണ് ആരാധന. പകയെ കൂട്ടുവാനുള്ള അവസരമല്ല, വിദ്വേഷം അതെ ഒഴിപ്പിക്കാനുള്ള അവസരമല്ല, മറിച്ച് ഇല്ലാതാകുന്ന, ദൈവസന്നിധിയിൽ താഴുന്ന, അനുതപിക്കുന്ന അനുഭവമാണ് ആരാധന. ആരാധനയെ അഗണ്യമായി അലക്ഷ്യമായി കാണല്ലേ. ഇവിടെ ഇതാ യേശുവും നമുക്ക് അറിയാം, ശമരിയ സ്ത്രീ സംസാരിക്കുമ്പോൾ ആ സംഭാഷണത്തിൽ യേശു ആരാണെന്ന് അവൾക്ക് അറിയുവാൻ കാരണമായി തീർന്നു. അവളുടെ കുറവുകളെ ഏറ്റുപറയുവാനായിട്ടുള്ള അവസരം യേശു അവൾക്ക് കൊടുത്തു. അയ്യോ, ഞാൻ പാപിയായ ഒരു സ്ത്രീയാണ്, എന്നെ നീ അറിഞ്ഞല്ലോ. അങ്ങനെയെങ്കിൽ ഇതാ ഞാൻ നിന്നിലൂടെ എൻ്റെ മശിഹയെ കണ്ടെത്തിയിരിക്കുന്നു. എനിക്ക് അടങ്ങിയിരിക്കുവാൻ സമയമില്ല, ഇതാ ഞാൻ ഓടുവാൻ പോകുകയാണ്, ഞാൻ പട്ടണങ്ങളിലേക്ക് ഓടുവാൻ പോവുകയാണ്, ഞാൻ തെരുവിലേക്ക് ഓടുവാൻ പോവുകയാണ്. എന്നെ കാണിച്ചു തന്ന മശിഹായെ ഇതാ മറ്റുള്ളവരും കാണണം, അവരും ഈ മശിഹായെ അറിയണം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മൾ എത്രയോ തലമുറയായി ഈ ശബ്ദം കേട്ടവരാ, യേശുവിനെ അറിഞ്ഞവരാണ്. നിൻ്റെ ഉള്ളിൽ കത്തുന്ന തീ എന്താ? ആരോടെങ്കിലും സുവിശേഷം പറയുവാൻ കഴിയുന്നുണ്ടോ? ആരോടെങ്കിലും സുവിശേഷം പറയുവാൻ കഴിയുന്നുണ്ടോ? ആരോടെങ്കിലും ഈ ദൈവസ്നേഹത്തെക്കുറിച്ച് പറയുവാനായിട്ട് കഴിയുന്നുണ്ടോ?
ഇല്ല എങ്കിൽ നമ്മുടെ ആരാധന യഥാർത്ഥമായ ആരാധനയല്ല. നമ്മുടെ ആരാധന സജീവമായി തീരട്ടെ. നമ്മുടെ ആരാധന തീ കത്തട്ടെ. പരസ്പരം പഴിക്കുന്ന, ദൂഷിക്കുന്ന ദുരാത്മാവെല്ലാം വിട്ടുപോകട്ടെ. ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കുന്ന ഒരു ജനമായി വളരട്ടെ. പ്രിയമുള്ളവരെ, വളരെ മുമ്പോട്ട് പോകാം. മൂന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത്, ദൈവ വിളിയും നിയോഗവും ലഭിക്കുന്നത് ആരാധനയിലൂടെയാണ്. The worship that gives God's call and commission. നിയോഗം, ദൈവ വിളി, ഇതെല്ലാം ലഭിക്കുന്ന ആരാധനയിലൂടെയാണ്. അപ്പോൾ ആരാധന ഉറങ്ങിയാൽ എങ്ങനെ ഈ വിളി കേൾക്കും? ഈ ആരാധന മൊബൈൽ കളിച്ചാൽ എങ്ങനെ ഈ വിളി ശ്രദ്ധിക്കുവാൻ കഴിയും? എത്ര വിനയത്തോടുകൂടിയും പ്രാർത്ഥനയോടെ ഇരുന്നാൽ മാത്രമേ ഈ ദൈവവചനം നമ്മൾ ക്രിയ ചെയ്യുള്ളൂ എന്ന് നമ്മൾ വിചാരിക്കേണ്ടത് ആവശ്യമായിട്ടുണ്ട്. അലക്ഷ്യമായിരിക്കുന്ന ഇടമല്ല ദേവാലയം. ദൈവത്തോട് പിറുപിറുക്കുവാനുള്ള സ്ഥലമല്ല ദേവാലയം. പിന്നെ അവനെ ആരാധിക്കുവാൻ കഴിഞ്ഞ ഒരാഴ്ച മുഴുവനും എൻ്റെ ദൈവം എനിക്ക് ബലം നൽകി, അതുകൊണ്ട് ആ ദൈവത്തെ ഉയർത്തുവാൻ മാത്രമുള്ള ഇടമാണ് ദൈവാലയം. ഒരുപക്ഷേ നിങ്ങൾ പറയും, എൻ്റെ അച്ഛോ, എൻ്റെ നല്ല പ്രായത്തിൽ ഞാൻ ആരാണെന്നറിയാമോ? എന്നാ പാട്ടും പ്രാർത്ഥനയായിരുന്നു. ഇന്ന് പിന്നെ ആരാ കൊണ്ടുപോയി? കർത്താവ് കൊണ്ടുപോയോ പാട്ടും പ്രാർത്ഥനയിൽ? നീ കഴിഞ്ഞ കാലിൽ എന്തായിരുന്നു എന്നുള്ളതല്ല, പ്രസന്റ് ടെൻസ്, വർത്തമാനകാലത്തിൽ നീ ആരാ? ഫ്യൂച്ചർ ടെൻസ്, വരുവാനുള്ള നാളിൽ നീ ആരായിത്തീരും, അതാണ് കർത്താവ് നോക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവാലയത്തിന് വേണ്ടി നീ പ്രവർത്തിച്ചിട്ടുണ്ട്. ഞങ്ങൾ ചെല്ലും, പല പള്ളിയിലും പുതിയായിട്ട് ചെല്ലുമ്പോൾ പറയും, എൻ്റെ അച്ഛോ, ആ പള്ളിയുടെ കല്ലുകൾ മുഴുവൻ എൻ്റെ തലയിൽ ചുമന്നിട്ട് കൊണ്ടുവന്നതാണ്. പക്ഷേ ഇപ്പോൾ പള്ളി പോലും വരത്തില്ല, വല്ലപ്പോഴേ വരത്തുള്ളൂ. എൻ്റെ പൊന്നെ, ആ ദൈവാലയത്തിന് വേണ്ടി തടികൾ ഞങ്ങൾ ചുമല് വെച്ച് ചുമന്നതാണ്. നീ അങ്ങനെ ചുമന്നിട്ടുണ്ടെങ്കിൽ അന്ന് നിന്നെ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. ദൈവം ആർക്കും കടക്കാരനല്ല. പക്ഷേ ഇന്ന് നിൻ്റെ അവസ്ഥ എന്ത് എന്ന് ചോദിക്കുമ്പോൾ എന്ത് പറയുവാനായിട്ടുണ്ട്? ഇന്ന് കർത്താവിന് വേണ്ടി എന്ത് കൊടുക്കുവാനായിട്ടുണ്ട്? ദൈവവിളിയെ അഥവാ ദൗത്യത്തെ ഏറ്റെടുക്കുവാനും സ്വയം സംരക്ഷിക്കുവാനും ആരാധകന് ഊർജം പകർന്നതായിരിക്കണം ആരാധന. വിടുതൽ ലഭിക്കുന്നതായിരിക്കണം ആരാധന. പഴയ ചിന്തകളെ മാറ്റിമറിക്കുന്ന, പുത്തൻ ചിന്തകളെ ഉൾക്കൊള്ളുന്ന, ആരെയും സ്നേഹിക്കുവാനും കരുതുവാനും കഴിയുന്ന ഒരു അനുഭവത്തിലൂടെ ക്രിസ്തീയ ജീവിതത്തിൽ വളരുവാൻ നമുക്ക് കഴിയണം. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് വെല്ലുവിളികൾ ഏറ്റെടുക്കുവാൻ കരുത്താർജിക്കുന്നതായ ഒരു പ്രവാചകൻ. കർത്താവേ, വെല്ലുവിളികൾ ഏറ്റെടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആരാധനയിലൂടെ ദർശനം നമുക്ക് ലഭിക്കുന്നുണ്ടോ? ക്രിസ്തീയ ആരാധന അതായിരിക്കട്ടെ. വിടുതൽ വേണമോ? രോഗസൗഖ്യം വേണമോ? ജീവനുള്ള ദൈവത്തെ ആരാധിക്കണം. ദൈവത്തെ ആരാധിക്കാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് അനുഗ്രഹം പകരുവാനായിട്ട് കഴിയുന്നത്? അനേക മാതാപിതാക്കളെ ഭയങ്കരമായ വേദനയുടെ ഭാരത്തിലൂടെ കടന്നു പോകുക. കുഞ്ഞുങ്ങളൊരു രക്ഷപ്പെടണം, കുഞ്ഞുങ്ങൾക്ക് ജോലി വേണം, മറ്റു കാര്യങ്ങൾ വേണം. എങ്ങനെയാണ് കിട്ടുന്നത്? അവരെ സന്ദർശനത്തിൽ പറഞ്ഞു വിടുവാനോ അവരെ സഭയിലേക്ക് ആരാധിക്ക് പറഞ്ഞു വിടുവാനോ പലർക്കും കഴിയുന്നില്ല എന്നുള്ളതാണ്. ആരാധിക്കാത്ത ഒരു മാതാവിനും പിതാവിനും ആരാധിക്കുവാനായിട്ട് മകനോട് പറയുവാൻ എന്തവകാശം? കുടുംബജീവിതങ്ങൾ, നമ്മുടെ ഭവനങ്ങൾ വീണ്ടും ഞാൻ പറയുന്നു, ആരാധനാലയമായി മാറട്ടെ. എന്നെ നിങ്ങളുടെ ചെറിയ ജീവിതങ്ങൾ കർത്താവിന് സ്ഥാനം കൊടുത്തുകൊണ്ട്, ഹല്ലേലൂയ, യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായും കർത്താവായും സ്വീകരിച്ച വ്യക്തിയായി സാക്ഷ്യമുള്ളവരായി ഇരിക്കുവാനായിട്ട് നമുക്ക് കഴിയേണ്ടത് ആവശ്യമാണ്. ഈ ദൈവം ആരാ? നമ്മൾ വായിച്ചല്ലോ 139 സങ്കീർത്തനം. എത്ര പേരെ ഗ്രഹിച്ചു? ഭക്തനായ ദാവീദ് പറയുകയാണ്, എന്താ പറയുന്നത്? യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് നീ എന്നെ അറിഞ്ഞിരിക്കുന്നു. എൻ്റെ യഹോവേ, ഞാൻ ഇരിക്കുന്നതും ഞാൻ നിൽക്കുന്നതും ഞാൻ നടക്കുന്നതും എൻ്റെ ഹൃദയത്തിൽ നിരൂപിക്കുന്നു എല്ലാം നീ ദൂരത്തു നിന്നറിയുന്നു.
ആരും അറിയുന്നില്ല, ആരും കേൾക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു. ഭക്തനായ ദാവീദ് പറയുന്നു, ഇല്ല, എൻ്റെ ദൈവം അതിലും വലിയവനാണ്. എന്നെ ശോധന ചെയ്ത് എന്നെ അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും ഞാൻ എഴുന്നേൽക്കുന്നതും എല്ലാം നീ അറിയുന്നു. നീ ദൂരത്തു തന്നെ എന്നെ നിരൂപണം ഗ്രഹിക്കുന്നു. എൻ്റെ നടപ്പും കിടപ്പും നീ എന്നെ ശോധന ചെയ്തറിഞ്ഞിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആരാധനയിലൂടെ നമുക്ക് വിടുതല പ്രാപിക്കാം. ഹല്ലേലൂയ. ആരാധനയിലൂടെ നമുക്ക് ശക്തി പ്രാപിക്കാം. ഹല്ലേലൂയ. നാമധേയമായ ആരാധന നമുക്ക് വേണ്ട. പാടുന്ന പാട്ടുകളിലൂടെ ഈ ശക്തി പ്രാപിച്ചുകൊണ്ടേയിരിക്കണം. ഒരിക്കലും ഒരു ഭിക്ഷക്കാരൻ ഒരു ദേവാലയത്തിന് മുമ്പിൽ ഭിക്ഷ അയച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആരാധന കൂടുവാനായിട്ട് ഒരു ഭക്തനായ മനുഷ്യൻ വന്നു. ആരാധന കഴിഞ്ഞോ? ഈ ഭിക്ഷക്കാരൻ ചോദിച്ചു. അവർക്കറിയാമല്ലോ, എന്നും വന്നിരിക്കുന്നതല്ലേ. ആ ഭിക്ഷക്കാരൻ പറഞ്ഞു, ആരാധന കഴിഞ്ഞോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. 3 അലർച്ച കഴിഞ്ഞു, ഇനി കഴിയാറായി. ആ ദൈവാലയത്തിലെ ജനം നിറഞ്ഞു നിൽക്കുന്നതായ ആലയത്തിലെ ആരാധന ആ ഭിക്ഷക്കാരന് അലർച്ചയായിട്ടാണ് തോന്നുന്നത്. എന്താ? മനോഹരമായ ഗാനങ്ങളെല്ലാം ഒരുമിച്ച് പാടിയപ്പോൾ അദ്ദേഹത്തിന് ആസ്വദിക്കാൻ കഴിയുന്നില്ല. ഒരു കൂട്ടം ബഹളം മാത്രം. 3 ബഹളം നടന്നു, 3 പാട്ട് പാടി. എന്നെ കേൾക്കുന്നതായ പ്രിയമുള്ളവരെ, നമ്മുടെ ആരാധന അപ്രകാരമായി തീരല്ലേ. എന്നെ ചിന്തിപ്പിക്കുന്ന, എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന, എൻ്റെ ചിന്താഗതികൾക്ക് പുത്തൻ ദർശനം നൽകുന്ന, എൻ്റെ രോഗത്തെ മാറ്റുന്ന ഒരവസരമായി എൻ്റെ ആരാധനയാക്കി തരണം. അതായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന. അതിനുവേണ്ടിതാ എൻ്റെ ഹൃദയത്തെ ഞാൻ കൊടുക്കുന്നു. അതിനുവേണ്ടിതാ എന്നെ ഞാൻ സമർപ്പിക്കുന്നു. അർത്ഥവത്തായ പ്രാർത്ഥന, അർത്ഥവത്തായ ദൈവികമായ ചിന്ത, ആ ചിന്തകളെ ഏറ്റെടുക്കുവാൻ നമുക്ക് കഴിയുമ്പോൾ അതിലൂടെ ആരാധനയെ സജീവമാക്കുവാനായിട്ട് കഴിയും. അങ്ങനെ ആയിത്തീരുവാൻ ദൈവകരങ്ങളിൽ നിങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുമോ? ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും സകലമാന മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.